സണ്ണി ജോസഫ്, എനിക്ക് ഓർമ്മയുണ്ട് മുൻപ് ഞാനൊരു ചിത്രം കണ്ടത് താങ്കൾ ഇതുപോലെ ആറളം ഫാമിലെ 9-ാം ബ്ലോക്കിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ മൃതദേഹത്തിനരികെ താങ്കൾ വേദനയോടുകൂടി നിൽക്കുന്ന ഒരു ദൃശ്യം, ഒരു കാഴ്ച, ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണല്ലോ. പ്രത്യേകിച്ച് പുനരധിവസിക്കപ്പെട്ട മേഖലയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, വനമേഖലയിലല്ല എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾക്ക് സ്വസ്ഥതയോടുകൂടി കഴിയാൻ പറ്റില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് MLA? ഇത് വളരെ ഗുരുതരമാണ് ഈ സ്ഥിതിവിശേഷം. ഇവിടെ ജനവാസ മേഖലയിൽ എത്ര ആനകളുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആറളത്ത് വന്ന ഒരു മീറ്റിംഗിൽ ചോദിച്ചപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് 30 ആന, ഒരു കൂട്ടർ പറഞ്ഞ് 40 ആന. ജനവാസ മേഖലയിൽ എത്ര ആനയുണ്ടെന്നുള്ള എന്റെ ലളിതമായ ചോദ്യത്തിന്റെ ഉത്തരവായിരുന്നു. അത് അവര് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ 2 ആളുകളുടെ ജീവൻ ദാരുണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ സംഭവ സ്ഥലത്തേക്ക്, ഞാനിപ്പോൾ ആറളം പഞ്ചായത്തിലെത്തി, ആ പ്രദേശത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതിഷേധാർഹമാണ്, വേദനാജനകമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ. ആറളത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ശമനം ഉണ്ടായിരുന്നു, എന്നാൽ പോലും അത് എപ്പോഴും എങ്ങനെയെന്ന് ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു ഭീതിജനകമായ സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. മതിലിന് അവിടെ 2020 അന്ന് പട്ടികവർഗ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതിൽ കെട്ടാൻ 2020 ഭരണാനുമതി കിട്ടിയതാണ്. അതിന് ഈ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മെല്ലപ്പോക്ക് നയത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യജീവൻ അവിടെ സത്യത്തിൽ പന്താടുന്ന ഒരു ചിത്രമാണ്. ശ്രീ സണ്ണി ജോസഫ് MLA, ഇതിപ്പോ കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കെടുത്താൽ ആറളത്ത് മാത്രം ഏതാണ്ട് 13-14 പേർ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി പലതും ഈ വനമേഖലയിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ പോയതിനാണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആ സ്ഥിതിയും മാറിയിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ആനമതിലിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് സംവിധാനം പതുക്കെയാണ് നീങ്ങുന്നത്. ഫെൻസിങ് വേണമെന്ന ആവശ്യമുണ്ട്, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പതുക്കെ പോകുന്നു. അവിടെ പല മേഖലകളും കാട് നിറഞ്ഞ് കിടക്കുന്നു, അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാട്ടാനകൾക്ക് വരാനും വിഹരിക്കാനും സൗകര്യം ഒരുക്കുന്ന ഒരു രീതിയാണല്ലോ ഉണ്ടാകുന്നത്. വനം വകുപ്പ് നിഷ്ക്രിയമായിട്ടാണ് അവിടെ നിലകൊള്ളുന്നത് എന്നാണോ MLA-യുടെ പരാതി? വനം വകുപ്പ് വേണ്ടത്ര സജീവമല്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവരിടയ്ക്ക് യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിയമസഭയിലെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാനൊരു ദൈർഘ്യമേറിയ പ്രസംഗങ്ങൾ ഒരു 10 തവണയെങ്കിലും നടത്തിയിട്ടുണ്ട്. 2 അടിയന്തര പ്രമേയങ്ങൾ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് ടി സിദ്ദിഖും മാത്യു കുഴൽനാടനും അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ ചർച്ച ചെയ്യാൻ ഈ വന്യജീവി അക്രമം എന്ന ഏറ്റവും ഗുരുതരമായ വിഷയം ഇന്ന് മാധ്യമങ്ങളിൽ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന, ജനകീയ പ്രശ്നങ്ങളും സമരങ്ങളും വരുന്ന ഈ വിഷയം എന്നാൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം പോലും ഒന്ന് സത്യത്തിൽ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിട്ടില്ല. ജനപ്രതിനിധികളുടെ ഒരു യോഗം ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ വനാതിർത്തി. എനിക്കുള്ള ഒരു പ്രത്യേകത, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആറളം കൊട്ടിയൂർ 2 വന്യജീവി സങ്കേതങ്ങളാണ്. കേരളത്തിൽ ഒട്ടാകെ 23 ആണെങ്കിൽ അത് 2 പേരാവൂരിൽ മാത്രമാണ്. പോരാത്തതിന് വയനാടിന്റെ വനപ്രദേശങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. കർണാടകത്തിന്റെ വന്യജീവി സങ്കേതവുമായിട്ടും ഞങ്ങളുടെ വനമേഖല ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതിന്റെ എല്ലാം വലിയ ഭവിഷ്യത്തും പ്രതിസന്ധികളും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. MLA, ഇപ്പോൾ ഇതിനകത്ത് ഇനിയും നമുക്കിങ്ങനെ വിട്ട് നോക്കി നിൽക്കാനും മനുഷ്യജീവനുകൾ ഇങ്ങനെ വന്യജീവികളുടെ ആക്രമണത്തിന് വിട്ടുകൊടുക്കാനും കഴിയില്ലല്ലോ. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു നടപടി എന്താണ്? അതിനൊരു ആക്ഷൻ എവിടെ നിന്നാണ് വരേണ്ടത് താങ്കളുടെ അഭിപ്രായത്തിൽ? ശ്രീ സണ്ണി ജോസഫ്, കേൾക്കാമോ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. അദ്ദേഹം ആറളം ഫാമിലേക്ക് സഞ്ചരിക്കുകയാണെന്നാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം അതിൻ്റെ അവിടേക്കുള്ള യാത്രയിലാണ് എന്ന് മനസ്സിലാക്കുന്നു.